മുതലപ്പുഴയിൽ വീണ്ടും മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ടു. മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് വീണു. ഒരാളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ആതിര സാരസ്വത് ചേരുന്നു. ആതിര, ഇത് ഈ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടാണോ അപകടത്തിൽപ്പെട്ടത്? രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആതിര, കേൾക്കാമോ? തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും അപകടമുണ്ടായി. ഈ മുതലപ്പുഴ അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമാണ്. ഈ ഇടയ്ക്കാണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടത്. അതിനൊക്കെ പിന്നാലെ വീണ്ടും ഒരു മത്സ്യബന്ധന ബോട്ട് കൂടി അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ വീണു എന്നാണ് വിവരം. ഇതിൽ ഈ വീണവരിൽ ഒരാളെ രക്ഷപ്പെടുത്തി. മറ്റുള്ളവർക്കായുള്ള തിരച്ചിൽ, രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ആതിര സരസ്വതി നമുക്കിപ്പം. ആതിര, ഈ പറഞ്ഞതുപോലെ മുതലപ്പുഴ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും എനിക്ക് തോന്നുന്നു ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും അവിടെ ഒരു അപകടം നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥിരമായി ഈ തിരച്ചിൽ ഏത് തരത്തിൽ പുരോഗമിക്കുന്നു? ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് മനസ്സിലാക്കുന്നു. മറ്റുള്ളവരെ കണ്ടെത്തിയോ? മുതലപ്പുഴയിൽ അപകടങ്ങൾ ഒരു തുടർക്കഥയാകുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുതലപ്പുഴയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതിനു മുമ്പ് 6 മണി കഴിഞ്ഞ ശേഷവും ഇത്തരത്തിലൊരു വള്ളം തിരയിൽപ്പെട്ട് മറിയുകയുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അതിന് തൊഴിലാളികൾ നീന്തൽ അറിയാവുന്നത് കൊണ്ട് നീന്തി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ അപകടം നടന്നിരിക്കുന്നത് 7 മണിക്ക് ശേഷമാണ്. ഇതിലെ ഒരാളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. 7ഓളം പേര് മിസ്സിംഗ് ആണ് എന്നുള്ള ഒരു പ്രാഥമിക സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. അതായത് വലകൾ കടലിലേക്ക് പോയതിനെ തുടർന്ന് അതെടുക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സേതുലക്ഷ്മി. ശരി ആതിര, ഈ പറഞ്ഞതുപോലെ സ്ഥിരമായി ഈ മുതലപ്പുഴയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതാണ്. ഇതൊരു സ്ഥിരം തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്നു. അധികാരികൾ വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ല. മുതലപ്പുഴയിലെ സംരക്ഷണ ഭിത്തിയൊക്കെ വേണം. പക്ഷേ ഇതിപ്പോൾ ഈ ബോട്ട് മറിഞ്ഞതാണ് അപകടത്തിന് കാരണം എന്നാണ് മനസ്സിലാകുന്നത്. തിരച്ചിൽ തുടരുകയുമാണ്. ആതിര സരസ്വതാണ് വിവരങ്ങൾ നൽകിയത്.